വെൽക്കം ടു SRK ട്രിപ്പിൾ ക്ലാസ്. നമ്മുടെ DC മെഷീൻ ലെക്ചർ സീരീസിൽ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ്. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കിയായിരുന്നു. ഇപ്പൊ കൺസ്ട്രക്ഷനിൽ നമ്മുടെ റൊട്ടേറ്റിംഗ് പാർട്ട്, DC മെഷീൻ റൊട്ടേറ്റിംഗ് പാർട്ടാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആർമേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിങ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നതിന്റെ അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നതും ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നതും രണ്ടും വേറെ വേറെയാണ്. അപ്പൊ നമുക്ക് ആദ്യം ആർമേച്ചർ വൈൻഡിങ് എന്നത് നോക്കാം, ദെൻ നമുക്ക് ഫീൽഡ് വൈൻഡിങ്. ഈ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഒരു മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത്. പവർ പ്രൊഡ്യൂസിങ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഈ ആർമേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, സ്റ്റേറ്റർ ആവാം, റോട്ടർ ആവാം. ബട്ട് DC മെഷീനെ സംബന്ധിച്ച് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. റൊട്ടേറ്റിംഗ് പാർട്ട്, അപ്പൊ ആർമേച്ചർ വൈൻഡിങ് ആയിരിക്കും എന്താണ്, പവർ പ്രൊഡ്യൂസിങ് കമ്പോണന്റ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അത് മാത്രമല്ല, ആർമേച്ചറിലായിരിക്കും ആർമേച്ചറിനും ഫീൽഡും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ കാരണം ഒരു EMF ഡെവലപ്പ് ചെയ്യുന്നത് ആർമേച്ചർ വൈൻഡിങ് തന്നെ ആയിരിക്കും. ഇപ്പൊ സിംപ്ലി നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് we can say that it is a power producing component. Okay, armature winding എന്ന് പറയുന്നത് it's a power producing component of a machine. Power producing component of a machine. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പം സാധാരണ ഒരു മെഷീനിൽ ആർമേച്ചർ റോട്ടർ ആവും, സ്റ്റേറ്റർ ആവും. DC മെഷീനെ സംബന്ധിച്ച് എന്താണ്, ആർമേച്ചർ എന്ന് പറയുന്നത് റോട്ടറാണ്. ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു പവർ പ്രൊഡ്യൂസിങ് കമ്പോണന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ EMF ഉണ്ടാവുമെന്ന് പറഞ്ഞു, ആർമേച്ചറിലായിരിക്കും EMF ഉണ്ടാവുന്നത്. അപ്പൊ ആ EMF കാരണം ആർമേച്ചർ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ പവർ ആയിരിക്കും മെക്കാനിക്കൽ പവറിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഷാഫ്റ്റിലോട്ടൊക്കെ കൊടുക്കുന്നത്. അതായിരിക്കും, അങ്ങനെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ആർമേച്ചർ വൈൻഡിങ് എന്നുള്ളത്. അപ്പൊ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആർമേച്ചർ വൈൻഡിങ് ഇസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ടേഴ്സ് വിച്ച് ആർ ഹൗസ്ഡ് and protected within the armature slots and connected properly. അല്ലെ, ഒരു ആർമേച്ചർ സ്ലോട്ട്സിൽ ആർമേച്ചർ സ്ലോട്ട്സിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് എന്താ ചെയ്യുന്ന പ്രോപ്പർ കണക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ EMF ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. സോ ഓൾറെഡി പറഞ്ഞു, ദീസ് വൈൻഡിങ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ആർമേച്ചർ സ്ലോട്ട്സ്. So, it is an arrangement of conductors to produce the desired EMF by relative motion in the magnetic field. അതും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാണ് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ പവർ പ്രൊഡ്യൂസിങ് കമ്പോണന്റ് ഓഫ് എനി മെഷീൻ, എനി റൊട്ടേറ്റിംഗ് മെഷീൻ. അപ്പോ പവർ പ്രൊഡ്യൂസിങ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ there will be some EMF should be developed. EMF ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there will be the relative motion between the magnetic field developed by the armature and field winding. ഫീൽഡിന്റെയും ആർമേച്ചറിനും ഇടയ്ക്ക് ഉണ്ടാവുന്ന റിലേറ്റീവ് മോഷൻ കാരണം ഉണ്ടാവുന്ന EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ഏത് രീതിയിൽ നമുക്ക് കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള EMF നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആർമേച്ചർ വൈൻഡിങ്ങിന്റെ പ്രത്യേകത. Then the conductors are distributed in slots over the periphery of the armature core. അതും ഇമ്പോർട്ടന്റ് ആണ്. Okay, conductors are distributed in the slots over the periphery of the armature core. Now, the conductors may be connected in series connection or parallel connection, or depends upon the requirement, whether we require the current or voltage rating. Depend upon the voltage rating and current rating of the machine, we can connect the conductors in series or parallel. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് പോയിന്റ്, റിമെമ്പർ, ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർ പ്രൊഡ്യൂസിങ് കമ്പോണന്റ് ഓഫ് ദി റൊട്ടേറ്റിംഗ് മെഷീൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ സ്ലോട്ട്സിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ആർമേച്ചർ സ്ലോട്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിക്വയർമെന്റ്, ഡിസൈഡ് ആയിട്ടുള്ള EMF നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദീസ് കണ്ടക്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എയ്തർ സീരീസ് കണക്ഷൻ ഓർ പാരലൽ കണക്ഷൻ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ് ഓർ കറന്റ് റേറ്റിംഗ് ഓഫ് ദ മെഷീൻ. റൈറ്റ്? നൗ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്? സി ക്ലാസിഫിക്കേഷൻ, എങ്ങനെയൊക്കെ ആർമേച്ചർ വൈൻഡിങ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആർമേച്ചർ വൈൻഡിങ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 4 types. The first one is single layer winding and double layer winding. Then second one is lap winding or wave winding. The third one is a progressive winding or retrogressive winding. And the last one is full pitch and short. So ഇതാണ് എന്താ കോമൺ ആയിട്ട് ഒരു ആർമേച്ചർ എനി മെഷീൻ, ഏത് മെഷീൻ ആയിക്കോട്ടെ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഈ 4 ടൈപ്പ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് ആയിരിക്കും നമ്മൾ
പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 3 കാര്യങ്ങളാണ്. സിംഗിൾ ലെയർ, ഡബിൾ ലെയർ, ലാബ് ബൈൻഡിങ്, വേവ് ബൈൻഡിങ്, പ്രോഗ്രസീവ്, റിട്രോഗ്രസീവ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. Now, what are the main terms that we used in the case of an armature winding? ഒരു ആർമേച്ചർ വൈൻഡിങ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? പിന്നെ കുറെ കാര്യങ്ങൾ YB, YF, YR, YC എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പിച്ച്. ഓക്കെ, ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച് ആൻഡ് റിസൾട്ടന്റ് പിച്ച് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ പിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഫസ്റ്റ് ടേം എന്താണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിൽ എത്ര കോയിൽ സൈഡ്സ് ഉണ്ട് എന്നുള്ളതിനെയാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഒരു കോയിൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു കോയിൽ നമുക്ക് പറയാം. ഓക്കെ, കോയിൽ ഇസ് നത്തിങ് ബട്ട് ഇങ്ങനെ ഇതിനാണ് എന്ത് പറയുന്നത് കോയിൽ എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് കോയിൽ സൈഡ്സ് പെർ പോൾ ഇസ് കോൾഡ് ദ പോൾ പിച്ച്. Now, if ഒരു കോയിൽ is the number of coil sides are there, P with the number of poles, then pole pitch എന്ന് പറയുന്നത് conductors divided by the number of poles. അപ്പൊ ഇത് ഓർത്തിരിക്കുക. നമുക്ക് വൈൻഡിങ് ഡയഗ്രാംസ്, ഡെവലപ്മെന്റ് വൈൻഡിങ് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പോൾ പിച്ച് എന്ന് പറയുന്നത് Z by P. Okay, the pole pitch is nothing but number of coil sides per pole is called pole pitch. Number of coil sides per pole is called pole pitch, and pole pitch is equal to Z by P. Now, എന്താണ് കോയിൽ സ്പാൻ എന്ന് പറയുന്നത്? കോയിൽ സ്പാൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽ സൈഡ്സ്, അല്ലെങ്കിൽ ഒരു കോയിലിന്റെ 2 സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, പോൾ പിച്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒരു പോളിൽ എത്ര കോയിൽ സൈഡ്സ് ഉണ്ടെന്നുള്ളത് പോൾ പിച്ച് ആണെങ്കിൽ, കോയിൽ സ്പാൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സൈഡ്സ് ഓഫ് ദ കോയിൽ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് കോയിൽ സൈഡ്സ് സ്പാൻഡ് ബൈ എ കോയിൽ ഓൺ ദ കമ്മ്യൂട്ടേറ്റർ എൻഡ് ഓഫ് ദി ആർമേച്ചർ ഇസ് കോൾഡ് എന്ത് പറയാം ഫ്രണ്ട് പിച്ച് എന്ന് പറയാം. ഉദാഹരണത്തിന് ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് ഇതാണ് നമ്മുടെ കോയിൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കോയിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോയിൽ വേണമെങ്കിൽ എടുക്കാം. ഈ കോയിൽ എടുക്കുകയാണെങ്കിൽ ഈ കോയിൽ എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ കോയിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പം ഈ കോയിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതിലേക്ക് വന്നു. അപ്പം ഈ ടോപ്പില് ഏത് 2 കണ്ടക്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നോ അതിന് നമുക്ക് എന്ത് പറയാം? YB എന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബാക്ക് പിച്ച്. ഈ സെയിം സംഭവം തന്നെ നമ്മൾ താഴെ എവിടെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ്. അതായത് ഇപ്പൊ ഈ കോയില് ഇവിടെ നമ്മൾ ഏത് കോയിലായിട്ടാണ് അടുത്ത ഏത് കോയിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ദ ഫ്രണ്ട് പിച്ച്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 2 കോയിൽസ് നമുക്ക് ഇങ്ങനെ ഒരു കോയിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ മേളിൽ നമ്മൾ കാണുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 കോയിൽസ് ഓഫ് ദ ടോപ്പ് പോർഷൻ ഇസ് കോൾഡ് ദ ബാക്ക് പിച്ച്. ഇത് അടുത്തത് ഏത് കോയിലാണ് കണക്ട് ചെയ്യുന്നത്, ദിസ് ഇസ് ദ ഫ്രണ്ട് പിച്ച്. ഓക്കെ, ഇതാണ് ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത്. എന്താണ് ബാക്ക് പിച്ച് എന്ന് പറയുന്നത്? ദ ഡിസ്റ്റൻസ് ഇൻ terms of number of coil sides, the 2 sides of the coil in the back of the armature is called back pitch. മറ്റേത് ഫ്രണ്ടിൽ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലായിരിക്കും, മാത്രമേ ഉള്ളൂ വ്യത്യാസം. What is the resultant pitch? Resultant pitch എന്ന് പറയുന്നത് the distance between the 2 coils. The distance in terms of number of coil sides between the beginning of one coil and the beginning of the next coil is known as resultant pitch. അതായത് ഫോർ എക്സാമ്പിൾ ഇത് കണ്ടക്ടർ നമ്പർ 1, ഇത് കണ്ടക്ടർ നമ്പർ 3 ആണെന്നുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ഈസ് കോൾഡ് ദ റിസൾട്ടന്റ് പിച്ച് നമുക്ക് പറയാം. അപ്പൊ 2 കോയിൽ തമ്മിലുള്ള, അതായത് ഒരു കോയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കോയിലിന്റെ ബിഗിനിങ്ങും അടുത്ത കോയിലിന്റെ ബിഗിനിങ്ങും ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് റിസൾട്ടന്റ് പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കും നമുക്ക് ഫ്രണ്ട് പിച്ച് ബാക്ക് പിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ടന്റ് പിച്ച് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ കമ്മ്യൂട്ടേറ്റർ പിച്ച്. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറയുന്നത് ഒരു കോയിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് എൻഡും ഫിനിഷിംഗ് എൻഡും കൂടെ ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? Commutator pitch എന്ന് പറയുന്നത്. So the distance between the 2 commutator segments to which the 2 ends, starting end and finishing end of a coil are connected is called commutator pitch എന്ന് പറയും. So these are the basic definitions. Now the next type എന്ന് പറയുന്നത് full pitched coil, short pitched coil. ഇപ്പൊ പോൾ പിച്ച് ഓൾറെഡി നമ്മൾ നോക്കി. എന്താണ് പോൾ പിച്ച് എന്ന് പറയുന്നത്? പോൾ പിച്ച് എന്ന കോയിൽ സെറ്റ്സ് പെർ പോൾ, അല്ലെങ്കിൽ Z by P എന്ന് പറയുന്നത്. ഇപ്പൊ കോയിൽ സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽസ്. ഒരു കോയിൽസിന്റെ രണ്ട് സൈഡിലുള്ള ഡിസ്റ്റൻസിനെയാണ് കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ കോയിൽ സ്പാനും പോൾ പിച്ചും ഈക്വൽ ആണ് എങ്കിൽ then we can say it is a full pitched coil. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കോയിൽ നമ്മളിവിടെ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്
നോർത്ത് പോളിന്റെ സെന്ററിൽ നിന്നാണ്. നോർത്ത് പോളിന്റെ സെന്ററിൽ നിന്ന് ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സൗത്ത് പോളിന്റെ സെന്ററിലാണ് അടുത്ത കോയിൽ വരുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ദ പോൾ പിച്ച്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ സൈഡ്സ് ഇസ് കോൾഡ് കോയിൽ സ്പാൻ. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ then we can say it is a full pitched coil. സപ്പോസ് നോക്കിയേ, ഇപ്പൊ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്ത് ഇതിന്റെ സെന്റർ തുടങ്ങുന്നതിന് പകരം കുറച്ച് ഉള്ളിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ then it is called as it is coil span is less than pole pitch. If the coil span is less than the pole pitch, then we can say it is called as the short pitched coil. So ഇതാണ് full pitched coil, short pitched coil. ഇപ്പൊ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഒരു ടൈപ്പ് ആണ് ഫുൾ പിച്ച് കോയിൽ ആൻഡ് ഷോർട്ട് പിച്ച് കോയിൽ. രണ്ടാമത്തത് സിംഗിൾ ലെയർ ഡബിൾ ലെയർ വൈൻഡിങ്. എന്താണ് സിംഗിൾ ലെയറും ഡബിൾ ലെയർ എന്ന് പറയുന്നത്? സി, ഇതാണ് നമ്മുടെ ആർമേച്ചർ സ്ലോട്ട് എന്ന് പറയുന്നത്. ആർമേച്ചർ സ്ലോട്ടിന്റെ അകത്ത് വെച്ചിരിക്കുന്നതാണ് ആർമേച്ചർ വൈൻഡിങ്. ഇപ്പൊ സിംഗിൾ ലെയർ വൈൻഡിങ്ങിൽ ഓരോ സ്ലോട്ടിലും ഒരു വൈൻഡിങ് മാത്രമേ കാണത്തുള്ളൂ. So it means in single layer winding, each slot consists of only one coil side, that is one armature conductor. In single layer winding, number of coils will be equal to number of slots by. So single layer winding എന്ന് പറയുന്നത് കോമൺലി നമ്മൾ എന്തിനു ഉപയോഗിക്കത്തില്ല? നോട്ട് യൂസ് ഫോർ മെഷീൻസ് ഹാവിംഗ് കമ്മ്യൂട്ടേറ്റർ. നമുക്കറിയാം DC മെഷീനിൽ കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. അപ്പോൾ സിംഗിൾ ലെയർ വൈൻഡിങ് ഇസ് നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ DC മെഷീൻസ്. അപ്പൊ സിംഗിൾ ലെയർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് AC മെഷീൻസിനായിരിക്കും. ഇപ്പൊ ഡബിൾ ലെയർ ആകുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ഒരു സ്ലോട്ടിൽ തന്നെ എന്തോ രണ്ട് വൈൻഡിങ്സ് വരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഡബിൾ ലെയർ. സോ ഈച്ച് സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് ടു കോയിൽ സൈഡ്സ്. One coil side, the top half of one slot, and the other coil side will be the bottom half of another slot, exactly or approximately one pole pitch apart. So in double layer winding, number of coils will be equal to number of slots. In single layer winding, what happens? Number of coils will be equal to number of slots by 2. കോയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ലോട്ട്സ് ബൈ 2 ആണ്. ഇവിടെ എന്താ, നമ്പർ ഓഫ് കോയിൽസും നമ്പർ ഓഫ് സ്ലോട്ട്സും ഈക്വൽ ആണ്. ക്ലിയർ? Now, the next type, progressive winding and retrogressive winding. Progressive winding and retrogressive winding എന്ന് പറയുന്നത്, see, the coil, if the coil progresses in the same direction after one round of the armature, the coil falls into a slot to the right of its starting slot. It's called a progressive winding. See, progressive lap winding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് ഈ രണ്ട് ഫിഗർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് ഇവിടെ എത്തി, ഇവിടെ വന്നു, then again it will be back to the in the forward direction. ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് കോയിൽ എന്തോ മൂവ് ചെയ്ത് പോകുന്നത്. ഇറ്റ്സ് ദ കോയിൽ പ്രോഗ്രസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രോഗ്രസീവ് വൈൻഡിങ്. whereas in this case, see, ഈ കോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്നു, ഇത് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. ഈ ഒരു സ്ലോട്ട് എടുത്ത് നോക്കി, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്നു, അത് കഴിഞ്ഞ് ഇവിടെ വന്നു, അത് കഴിഞ്ഞ് എന്തുവാ, പഴയ കോയിൽ ബാക്കിലോട്ടാ പോകുന്നത്. ദിസ് ഇസ് ദ കോയിൽ മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് retrogressive winding. So the coil progresses in the opposite direction of its bow. After one round of the armature, the coil falls into slot left of the starting slot. It is called as retrogressive winding. നമ്മൾ റൈറ്റ് ഓഫ് ദ സ്റ്റാർട്ടിങ്, നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് കോയിൽ മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ it is called as progressive winding. If it is in the left side, it is called as retrogressive winding. Then what is the basic difference between progressive winding and retrogressive winding? Already നമ്മൾ പഠിച്ചു ബാക്ക് പിച്ച് ആൻഡ് ഫ്രണ്ട് പിച്ച്. അപ്പൊ പ്രോഗ്രസീവ് വൈൻഡിങ്ങിന്റെ കേസിൽ ബാക്ക് പിച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ഫ്രണ്ട് പിച്ച് വാല്യൂ കുറവായിരിക്കും. റിട്രോഗ്രസീവ് വൈൻഡിങ്ങിൽ ഫ്രണ്ട് പിച്ചിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ ഫ്രണ്ട് പിച്ചിന്റെ വാല്യൂ കൂടുതലാവുന്നത്, ഫ്രണ്ട് പിച്ച് നമുക്കറിയാം താഴെയാണ് വരുന്നതെന്ന് അറിയാം. ഫ്രണ്ട് പിച്ചിന്റെ വാല്യൂ കൂടുതലാവുമ്പോൾ എന്താ, അത് ബാക്കിലോട്ടായിരിക്കും പോകുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ്സ്. ബട്ട് whereas in the case of progressive winding, the value will be less in the case of front pitch, so it moves in the right direction. So this is the basic difference between progressive winding and retrogressive winding. Now it moves to the next one. The most important thing in a DC machine is the lap winding and wave winding. So already we discussed, for start ചെയ്തു, coil start ചെയ്തു, the progressive nature. See, progressive nature, ഒരു കോയിൽ നമുക്ക് ഇവിടെ വന്നു. So ഈ കോയിൽ ഇവിടെ നിന്ന് വന്നു, then again it will be moves like this. ഇങ്ങനെ അകത്തകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ then it is called as a lap winding. Okay, that is called the lap winding. See, in lap winding, the consecutive coils overlap each other. The first end of the winding is connected to the one segment of the commutator, and the starting end of the other coil is placed under the same magnet and joined with the same segment of the commutator. നോക്കിയാൽ മനസ്സിലാവും, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന കോയില് കമ്മ്യൂട്ടർ സെഗ്മെന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ എന്ത് സംഭവിക്കുന്നു,
ഗ്രീൻ കളറിലുള്ള അടുത്ത സെയിം മാഗ്നറ്റിക് പോളിലുള്ള തന്നെ സെയിം ഇതിൽ തന്നെ അടുത്ത കോയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് ദ കോയിൽ ഒരെണ്ണവും ഫിനിഷിംഗ് എൻഡ് ഓഫ് ദ കോയിൽ ഒരെണ്ണവും. ഓക്കെ, ഒരു കോയിലിന്റെ അതായത് രണ്ട് കോയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കോയിലിന്റെ സ്റ്റാർട്ടിംഗ് എൻഡും വേറൊരു കോയിലിന്റെ ഫിനിഷിംഗ് എൻഡും കൂടെ ചേർന്ന് ഒരു കമ്പ്യൂട്ടർ സെഗ്മെന്റിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ then that type of winding is called as lap winding. Now, in lap winding, the conductors are connected in such a way that the number of parallel paths will be equal to number of poles. That is very, very important. എത്ര പോൾസ് ഉണ്ടോ അത്രയും പാരലൽ പാത്സ് കാണും. ഓക്കെ, എത്ര പാരലൽ പാത്ത് ഉണ്ടോ അത്രയും എത്ര പോൾസ് ഉണ്ടോ അത്രയും പാരലൽ പാത്ത് കാണും. പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് the conductors are arranged in such a direction. For example, if you have 32 conductors are there, 4 poles are there, എന്തായിരിക്കും 8 കണ്ടക്ടേഴ്സ് വെച്ചിട്ട് 4 എണ്ണത്തിലായി ഡിവൈഡ് ചെയ്യും. അപ്പം 4 എണ്ണത്തിലപ്പം വരുന്ന കറണ്ട്സ് ഡിവൈഡ് ചെയ്തായിരിക്കും പോകുന്നത്. റൈറ്റ്, അപ്പം അതെങ്ങനെയാണെന്നുള്ളത് കാര്യം പാരലൽ പാത്തിനെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് ജസ്റ്റ് റിമെമ്പർ ലാബ് വൈൻഡിംഗിലെ നമ്പർ ഓഫ് പാരലൽ പാത്തും നമ്പർ ഓഫ് പാരലൽ പോൾസും ഈക്വൽ ആയിരിക്കും. സോ പ്ലീസ് റിമെമ്പർ ദിസ് LAP ലാബ് പ്രോബ്ലം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ വളരെ പ്രയോജനപ്പെടും. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ലാപ്പിൽ എന്നെ എയും ബിയും ഉണ്ട്. നോർമലി നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് റിപ്രസെന്റ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ A and PB ദ നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, ഇപ്പം ഈ ലെറ്റർ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് പാരലൽ പാത്സ്. ഓക്കെ, നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് A and PB ദ നമ്പർ ഓഫ് പോൾസ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ലാബ് വൈൻഡിങ്ങിൽ ഇങ്ങനെ ഓർത്തിരിക്കുക, എയും പിയും ഈക്വൽ ആയിരിക്കും. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. Right? Now, the next one is the wave winding. See the nature of the wave winding. We know how the wave propagates or wave എന്ന് പറയുന്നത്. ഓക്കെ, വേവ് എന്ന് പറയുന്നത് ഇത് തിരിച്ചു വരത്തില്ല. ലാപ്പിലാണെങ്കിൽ തിരിച്ചു വന്നേനെ, വേവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകും. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ദ വേവ് വൈൻഡിങ്. നെക്സ്റ്റ് വൈൻഡിങ് എന്ന് പറയുന്നത് അടുത്തത് ഇങ്ങനെ ആയിരിക്കും. ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ്. ഓക്കെ, now the one end of the coil is connected to the starting end of the other coil, which has the same polarity as that of the first coil. See, red color start ചെയ്തു, it moves to the next what we can say, the end of the first coil, end of coil 2 also, and coil 2. See, ഒരേ പോളാരിറ്റി തന്നെ ആയിരിക്കും അത്. നോർത്ത് പോൾ സൗത്ത് പോൾ. സോ ഒരു പോളിന്റെ അകത്ത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഒരു പോളിന്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ what it means, ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ കാണാം. സോ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ വരുന്നതിന്റെയാണ് വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. The coils are connected in the wave shape, hence it is called as the wave winding. It's called as the wave winding. Now, the conductors have wave winding are split into 2 parallel paths, and each path has Z by 2 conductors in series. See, in the case of lap winding, conductors I already പറഞ്ഞത് number of parallel paths എത്രയാണ് അത്രയും number of poles, എത്ര number of poles ഉണ്ടോ അത്രയും number of parallel paths ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വേവ് വൈൻഡിംഗിൽ whatever may be the number of poles, whatever may be the number of conductors, it is exactly divided into 2 രണ്ട് parallel path ആയിട്ടായിരിക്കും നടക്കുന്നത്. Okay, now the number of brushes will be equal to 2, so that is the number of parallel path, that is A is equal to 2. ഇത് ഓർത്തിരിക്കുക. അപ്പം ലാപ്പ് വൈൻഡിംഗിൽ എപ്പോഴും A is equal to P യും വേവ് വൈൻഡിംഗിൽ A is equal to 2 ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. This is the basic difference between lap winding and wave winding. See, in the next video, we can see what is the comparison between lap winding and wave winding. Right? So, I hope from this video, നിങ്ങൾക്ക് armature winding എന്തിനാണ് ഉപയോഗിക്കുന്നത്? What is the main function of armature winding? What are the different types of armature winding DC മെഷീനിൽ ഉപയോഗിക്കുക? എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസും, എന്താണ് ഓരോ സിംഗിൾ ലെയർ ആയിക്കോട്ടെ, ഡബിൾ ലെയർ, പ്രോഗ്രസീവ്, റിട്രോഗ്രസീവ് വൈൻഡിങ് എന്താണ്, ലാപ്പ് വൈൻഡിങ് എന്താണ്, വേവ് വൈൻഡിങ് എന്താണെന്നുള്ളതിന്റെ ഐ ഹോപ്പ് ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഐ ഹോപ്പ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക് ദി വീഡിയോ and share to your friends. Subscribe the channel. If you got any doubts, please comment. Okay, thank you.